ഹേ ഗായ്സ്, അങ്ങനെ ഇരുന്നിരുന്ന് ഉത്സവ സീസൺ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചുമ്മാ വീട്ടിലിരിക്കുന്ന എന്തിനാ, നമ്മൾ പിള്ളേരെ തൂക്കി എടുത്തോണ്ട് ഉത്സവം കാണാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ്. നമ്മളങ്ങനെ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് ചില്ലടിച്ച് നടക്കുമായിരുന്നു. അപ്പോഴേക്കും ഇന്ന് അവിടെ എന്തോ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ചായ വലിയ തിരക്കേടില്ലായിരുന്നു. ഇതെൻ്റെ ചെറിയൻ ചേട്ടൻ ആൻഡ് ദിസ് ഇസ് മൈ ക്യൂട്ടസ്റ്റ് നത്തുൻ. അപ്പോൾ നമ്മളവിടെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നതിൻ്റെതായിരുന്നു. ഇവന്മാരൊക്കെ കൊണ്ടുവന്നത് തന്നെ അബദ്ധമായോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ വേറൊരുത്തൻ എന്താ ഇത് എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അയ്യോ പരിപാടിയൊക്കെ തുടങ്ങിയോ എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. അവൻ്റെ വിചാരം ഇതൊക്കെയാണ് പരിപാടി എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവന്മാരെ ഫസ്റ്റ് ഉത്സവം ആൻഡ് എന്താ പറയുക പരിപാടിയൊക്കെ കാണാനാണ് വന്നിരുന്നത്. അവൻ്റെ അടുത്ത് വെറും പുച്ഛമായിരുന്നു. അവളുടെ അടുത്തും ഭയങ്കര പുച്ഛമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഓടിപ്പോകുന്ന കുരിപ്പുണ്ടോ, അത് നമ്മുടെ വേറൊരു ചേച്ചിയുടെ മോളാണ്. എൻ്റെ പൊന്നേ, അവളെ കുണ്ടണി കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അപ്പോഴേക്ക് പതുക്കെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വേറെ സ്ഥലത്തായി. കാര്യം അവിടെ ഭയങ്കര നോയ്സ് ആയിരുന്നു. സോ പാട്ട് തുടങ്ങിയപ്പോൾ ഇത് ബോറടിച്ച് ചാവും എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ നടന്നത് വലിയ വലിയ സംഭവങ്ങളായിരുന്നു. എൻ്റെ പൊന്നെ, ഡാൻസ് വിത്ത് സോങ് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ എണീച്ചെന്ന് ഡാൻസ് കളിക്കുന്നതിനെ കണ്ടത്. പിന്നെ അങ്ങോട്ട് നടന്നത് ചരിത്ര നിമിഷങ്ങളായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തിരക്കായി. നമ്മൾ സീറ്റ് മാറി എന്തായാലും നന്നായി എന്നൊരു മൂഡായിരുന്നു. നോക്കിയപ്പോൾ കണ്ടില്ലേ, അപ്പൂപ്പം ഫുൾ ഓൺ ആയിരുന്നു. ചേട്ടൻ പിന്നെ പതുക്കെ താഴേക്ക് വന്ന് കളി തുടങ്ങി. ഞാൻ അങ്ങനെ ആ ചേട്ടൻ്റെ ഡാൻസ് ഉണ്ടെന്നപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ആയുധ താഴെ കിടന്ന് ഒരേ വൈബ്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അത് കഴിഞ്ഞ് ആ ചേട്ടാ ആ ചേച്ചിയൊക്കെ ഇടിച്ചിട്ട് സോറിയൊക്കെ പറഞ്ഞു. ആ ചേച്ചിക്കാണ് സോറി പറഞ്ഞതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞതെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീമോട് ഡാൻസ്. പിന്നെ ഇതിനെയൊക്കെ കിടത്തി ഉറക്കാൻ ടൈമായപ്പോൾ നമ്മൾ അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പായി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബായ്.